ഹായ്, നമസ്കാരം. പ്രിയ കൂട്ടുകാര, ഞാൻ മൂലധനം ഒന്നും വായിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് മൂലധനം വായിക്കാൻ മാത്രമുള്ള അറിവൊന്നുമില്ല. എന്നാൽ ബൈബിള് ഞാൻ 2-3 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അത് പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ ആയിട്ടുള്ളത്. പഴയ നിയമം ഒരു പ്രാവശ്യം വായിച്ചിട്ടുള്ളതിലും പുതിയ നിയമം തന്നെ 3 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അത് തുടർച്ചയായിട്ട്, അതായത് ആദ്യം മുതൽ അവസാനം വരെ, അല്ലാതെ ഏതെങ്കിലും ഒരു പേജ് എടുത്ത് അത് വായിക്കുന്ന പണിയല്ല. ആദ്യം മുതൽ അവസാനം വരെ. അതാണ് എൻ്റെ ഏത് പുസ്തകം കിട്ടിയാലും ഞാൻ അങ്ങനെയേ വായിക്കാറുള്ളൂ. വായിച്ചിട്ട് മനസ്സിലായോ ഇല്ലയോ എന്നൊന്നും നോക്കിയിട്ടല്ല വായിക്കാറ്. അതുപോലെ ഈ മൂലധനം വായിച്ചിട്ടില്ലെങ്കിലും ഗാന്ധിജിയുടെ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അർത്ഥശാസ്ത്രം ഒന്നും വായിച്ച് പഠിച്ചിട്ടൊന്നുമല്ല. എങ്കിലും ഈ ഗാന്ധിജിയുടെ ജീവിതകഥ, അർദ്ധരാത്രിയിലാണ് സ്വാതന്ത്ര്യം, ഇങ്ങനെ ചില ഞാൻ വായിച്ച പുസ്തകങ്ങളുടെയൊക്കെ പേര് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് എന്നാൽ അതുപോലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറഞ്ഞത്. അല്ലാതെ മറ്റൊന്നും കൊണ്ടുവല്ല. എൻ്റെ കൂട്ടുകാരൻ്റെ ചോദ്യത്തിൽ എന്തോ ഒരു ധ്വനി ഉള്ളതുപോലെ തോന്നിയത് കൊണ്ട് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. കാരണം ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നത് അത് മൂലധനമൊന്നും വായിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരുടേതായ പുസ്തകം വായിച്ചെന്ന് പറഞ്ഞാൽ ഇതാണ് ലെനിൻ എന്ന് പറയുന്ന, പിന്നെ വേറെ അതുപോലെ ഒരു പുസ്തകങ്ങൾ, അത് ഈ MA ക്കാർക്കൊക്കെ പഠിക്കാനുള്ള ഒരു പുസ്തകമായിരുന്നു കമ്മ്യൂണിസത്തെക്കുറിച്ചൊക്കെ. അങ്ങനെ ഒരു പുസ്തകം കൂടെ വായിച്ചിട്ടുണ്ട്. അല്ലാതെ മറ്റ് പുസ്തകങ്ങളൊന്നും ഞാനിങ്ങനെ ഒത്തിരി പുസ്തകങ്ങളൊക്കെ, പിന്നെ പൈങ്കിളി നോവലുകളാണ് അധികവും വായിക്കാറ്. അല്ലാതെ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു രീതിയൊന്നും എനിക്കില്ല. പൈങ്കിളി നോവലുകളൊക്കെ നമുക്ക് ഈ പൈങ്കിളി നോവലാണേലും നമുക്ക് പഠിക്കാനുള്ളതോ ഉൾക്കൊള്ളാനുള്ളതൊക്കെ അതിനകത്തും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. വായന, ഒത്തിരി വലിയ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ മനസ്സിലാകാത്തവർ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചാലും മതി. പുസ്തക വായന എപ്പോഴും നമ്മളെ അറിവിനെ വർദ്ധിപ്പിക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എൻ്റെ അനുഭവം അതാണ്. ഞാൻ വായിച്ചിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളും ഇങ്ങനെ പറയാൻ കഴിയുന്നത് എന്നുള്ളതാണ്. പലരോടും വലിയ വിദ്യാഭ്യാസമുള്ളവരോടും ചരിത്രം പഠിച്ചിട്ടുള്ളവരോടും ഒക്കെ ഞാനിങ്ങനെ പലപ്പോഴും ഇങ്ങനെ അതിനൊരു തർക്കമൊക്കെ പോലെ തന്നെ ഒരു വാഗ്വാദമോ എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന ആ സംഭവമൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും പ്രത്യേകിച്ച് ഒരിടത്തും പോയി ഒരു ഡിഗ്രി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ സ്വയം ജനങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കും. എന്നോർത്ത് ഡിഗ്രി എടുക്കുന്നവർ മോശമാണെന്നുള്ളതൊന്നുമല്ല കേട്ടോ. ഈ എൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോയത് അത് ഇവിടുത്തെ നമ്മുടെ കേരളത്തിൻ്റെ ഭരണം കണ്ടിട്ടാണ്. ഇപ്പോൾ ആദ്യ മന്ത്രിസഭ തന്നെ വന്ന് എന്താണ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടും, സ്വന്തമായി ഭൂമി ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ പാവങ്ങൾക്കൊക്കെ ഒരു ഭൂമി കിട്ടാനുള്ള പ്രവർത്തനം നടത്തിയത് മുതൽ ഇങ്ങോട്ട് ഇന്നവരെ ഈ കാലം അത്ര. അപ്പോൾ എനിക്ക് 60-69 വയസ്സായില്ല. അപ്പോൾ ഈ കാലം അത്രയുള്ള നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആരാണ് മെച്ചം, എന്താണ് മെച്ചപ്പെട്ടതായി ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ടും കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടുമൊക്കെയാണ് ഞാൻ എൻ്റേതായ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതും. അല്ലാതെ ഈ മൂലധനം വായിച്ചിട്ട്, എല്ലാവരും ഇപ്പം മൂലധനം വായിച്ചിട്ടൊന്നുമല്ല പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ബൈബിള് വായിച്ചിട്ടുണ്ട്. ഞാനൊരു ക്രൈസ്തവനായതുകൊണ്ട് മാത്രം, ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ. ബൈബിള് നല്ലൊരു പുസ്തകമാണ് വായിക്കാൻ. അതിനകത്ത് ഒത്തിരി തെറ്റുകളുണ്ടെങ്കിലും മനുഷ്യന് ഉപയോഗപ്രദമായ, മനുഷ്യനെ അനുശാസിക്കേണ്ടതായ, മനുഷ്യൻ പ്രവർത്തിക്കേണ്ടതായ ഒട്ടനവധി കാര്യങ്ങൾ അതിൽ ഉണ്ട്. പിന്നെ മനുഷ്യന് ആവശ്യമില്ലാത്ത വിശ്വാസം, ആചാരങ്ങൾ, ഇതിലേക്കൊക്കെ പോകുന്നതിലാണ് ചിലരുടെ വരുമാന മാർഗങ്ങളാണ് ഇതൊക്കെ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മനുഷ്യനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നത് കാണുമ്പോൾ, അതായത് തീരെ നിർവാഹമില്ലാത്തവനോടും ചിലപ്പം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പിടിച്ചു പറിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെയൊക്കെ എതിർക്കുന്നത്. പിന്നെ അതിനകത്ത് ഒത്തിരി തെറ്റായ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊരു വിശ്വാസവും ആവശ്യമില്ല എന്നും
എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെൻ്റെ ബൈബിളിലെ വായനയും പഠനവും കൊണ്ടും തന്നെയാണ്. എന്ന് വെച്ചാൽ ബൈബിളൊക്കെ ഒരാൾ ചോദിച്ചേക്കുന്നുണ്ട്, ആ മഹാനാക്കുക ആകണം എന്നുള്ളത് ഇപ്പോൾ ഓരോരുത്തരും ചിന്തിച്ചാൽ നടക്കുന്നത്. ഒരാൾ പറഞ്ഞാലൊന്നും മഹാനായിക്കോളും, ഒരാൾ പറഞ്ഞാലൊന്നും മഹാനായിക്കോളും. നമ്മുടെ പ്രവൃത്തി, നമ്മൾ ഗാന്ധിജി പറഞ്ഞ പോലെ നമ്മളുടെ പ്രവൃത്തി, എൻ്റെ ജീവിതമാണ് എൻ്റെ പ്രവൃത്തി. അത് ആണ് നമ്മൾ ഒരു ഗാന്ധിജിയൊക്കെ മഹാനാക്കിയത് എങ്ങനെയാണ്? ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയാണ്, അതാണ് അദ്ദേഹം ചെയ്തത് എന്താണ് എന്നുള്ളത് കണ്ടിട്ടാണ് അത് അങ്ങനെയുള്ളവരൊക്കെ മഹാനായത്. അല്ലാതെ ഇപ്പോഴത്തെ മഹാൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. അങ്ങനെ ഒരാൾ പറയുമ്പോഴേക്കും ഞാനല്ലാതാകുമോ, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളാകുമോ ഒന്നുമില്ലല്ലോ. ഞാനായി തന്നെ ഇരിക്കുള്ളൂ, അല്ലാതെ മറ്റൊരിടത്തേക്കും പോകുന്നില്ല. അപ്പം ഞാൻ ഇത്തരത്തിലൊക്കെ പറഞ്ഞു തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് മൂലധനം വായിച്ചിട്ടുള്ള അറിവല്ല, മറിച്ച് ബൈബിൾ വായിച്ചിട്ടുള്ള അറിവാണ്. ബൈബിൾ വായിച്ചത് കൊണ്ട് തന്നെയാണ് എന്നെക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചിന്തിപ്പിക്കുകയും കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനങ്ങളൊക്കെ കാണുകയും അത് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുകയൊക്കെ ചെയ്തത്. അത് ബൈബിളിൽ അങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താണ് നമ്മൾ നന്മ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, അതൊക്കെ വളരെ കൃത്യമായിട്ടും ബൈബിളിൽ പറയുന്നുണ്ട്. ആരാണ് നിൻ്റെ സഹോദരൻ, ആരാണ് നിൻ്റെ അയൽക്കാരൻ, ആരാണ് രോഗി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എന്താണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ ആരാണ് ചെയ്യുന്നത്? അതെ, നീ അവന് ചെയ്തത് എനിക്കാണ് ചെയ്തത് എന്ന് യേശു പറയുന്ന ആ വാക്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും. നമ്മൾ മറ്റൊരാൾക്ക് നീ ഇന്ന നേർച്ച അങ്ങ് ചെയ്തോ എല്ലാം പൂർത്തിയാകും, നീ ഇന്ന പ്രാർത്ഥന അങ്ങ് ചെല്ലിക്കോ എല്ലാം പൂർത്തിയാകും, നിനക്ക് വേണ്ടി അല്ല മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കുർബാന അങ്ങ് ചൊല്ലിയാൽ എല്ലാം മാറിക്കോളും. ഈ തെറ്റായ ധാരണ മനുഷ്യരിലേക്ക് ആവശ്യമില്ലാത്ത അന്ധവിശ്വാസം ജനിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഞാനങ്ങ് എൻ്റെ അഭിപ്രായം പറഞ്ഞു. നേരത്തെ ഈ ബൈബിള് പുതിയ നിയമമൊക്കെ വരുന്നതിന് മുമ്പേ ബൈബിളിനെ കുറിച്ച് വിമർശനങ്ങളും, അത് പഴയ നിയമത്തിൽ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ബൈബിളിനെ കുറിച്ചുള്ള വിമർശനങ്ങളും അത് തെറ്റാണെന്നും അതിലേക്ക് മനുഷ്യൻ പൂത്തി വീഴുന്നതൊക്കെ അന്നേ ചർച്ചയുള്ളത്. അതിപ്പോൾ എത്ര ചർച്ച ചെയ്താലും ചില സംഭവങ്ങൾ നമുക്ക് ഇല്ലാതാക്കാനൊന്നും കഴിയില്ല, അതില്ലാതാകുകയില്ല. അപ്പോൾ നേരത്തെ ഒരാളുടെ അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ കഴിയും. അത് അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഞാനും എൻ്റെതായ അഭിപ്രായങ്ങൾ, എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ പരിമിതമായ അറിവുകൾ പറയുന്നതേ ഉള്ളൂല്ലോ. മൂലധനം അറിവുള്ളവർ വായിക്കും, അതനുസരിച്ച് പ്രവർത്തിക്കും. ബൈബിളിൽ പറയുന്നത് പോലെയാണോ ക്രിസ്ത്യൻ ജീവിതം നടക്കുന്നത് എന്ന് ആദ്യം നമ്മൾ പരിശോധിക്കണം. ആദ്യം നമ്മൾ ബൈബിൾ എന്താണെന്ന് പഠിക്കണം, ബൈബിൾ വായിക്കണം. അത് വേദപാഠ ക്ലാസ്സിൽ വായിച്ച് പഠിപ്പിക്കുന്ന മാത്രമല്ല, അത് ബൈബിള് ഓരോ പേജും ഓരോ വരിയും വിട്ടുപോകാതെ വായിക്കണം. വായിക്കുമ്പോഴേ അതങ്ങനെ ഒരു പ്രാവശ്യം വായിച്ചത് കൊണ്ട് ഒന്നും മനസ്സിലായല്ല, അല്ലാതെ അത് വിശ്വാസം വർദ്ധിപ്പിക്കും, അതുകൊണ്ട് പുണ്യം കിട്ടുമെന്നല്ല. ഒരു പുസ്തകം വായിച്ചാലും ആർക്കും ഒരു പുണ്യവും കിട്ടിയാലോ മോക്ഷവും കിട്ടിയാലോ, മറിച്ച് നമ്മളതിൽ പറയുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോഴേ നമുക്ക് ഈ പറയുന്ന പുണ്യവും മോക്ഷവും ഒക്കെ ലഭിക്കുകയുള്ളൂ. അത് പരലോകത്തല്ല, ഈ ലോകത്ത് തന്നെ ലഭിക്കുമെന്നാണ് മതഗ്രന്ഥങ്ങളൊക്കെ പറയുന്നതെന്നാണ്. ഞാൻ ബൈബിളല്ലേ വായിച്ചിട്ടുള്ളൂ. എങ്കിലും ബൈബിള് മാത്രമല്ല കേട്ടോ, ഞാൻ ഈ ഭഗവത്ഗീത, രാമായണം വായിച്ചിട്ടുണ്ട്, മഹാഭാരതം വായിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. എന്നാൽ മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ മനസ്സിലായിട്ടുമുണ്ട് താനും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആദ്യമൊക്കെ ഞാനിങ്ങനെ അതിനെക്കുറിച്ചും വിമർശിക്കുമായിരുന്നു കേട്ടോ. അതിലെ പോലെയാണോ മനുഷ്യരുടെ പ്രവൃത്തി എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല എന്ന് മാത്രം. അപ്പോൾ അന്നേരം ഒരു കൂട്ടുകാരൻ ചോദിച്ചു, താനെന്താടോ നിങ്ങൾ തൻ്റെ ക്രിസ്തീയ സഭയെക്കുറിച്ച്, ക്രിസ്ത്യാനികളെക്കുറിച്ച് ഒന്നും പറയാത്തത് എന്ന്. അപ്പം പിന്നെ അങ്ങനെയാണ് ഞാൻ ക്രിസ്ത്യാനികളെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും കത്തോലിക്ക സഭയെക്കുറിച്ചൊക്കെ പറയുന്നത്. കത്തോലിക്ക സഭ എനിക്കിഷ്ടപ്പെടാത്ത പ്രവൃത്തികളാണ്, എനിക്കിഷ്ടമല്ല ആ സഭയെ തന്നെ. കാരണം അതിനകത്ത് നടക്കുന്ന ദുരാചാരങ്ങളാണ്, അക്രമങ്ങളാണ്, ഒരിക്കലും നീതി ലഭിക്കാത്ത കാര്യങ്ങളാണ്. അവർക്കൊക്കെ ആ സഭയെ തന്നെ, വൈദിക സഭയെ തന്നെ പിരിച്ചുവിടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
എൻ്റെ അഭിപ്രായമാവട്ടോ, അല്ല വേറൊന്നുമല്ല. പക്ഷേ അതിപ്പോൾ നാളെ നടക്കണം എന്നുള്ള കാര്യമൊന്നും ഞാൻ ചിന്തിക്കുന്നത് നടക്കാത്ത കാര്യങ്ങളൊക്കെയാണ്. അതിനകത്തൊക്കെ ഒത്തിരി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പ്രായം ചെന്ന ആൾക്കാർ അവരുടെയൊക്കെ ഗതി എന്താകുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. കാരണം അതങ്ങനെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഒത്തിരി ഒത്തിരി വയസ്സായ മനുഷ്യർ അതിനകത്തുണ്ട്, വൈദികരുണ്ട്. അവരെയൊക്കെ പൊതുവിലേക്ക് പുറത്തേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആരും സംരക്ഷിക്കുക. അപ്പോൾ അതങ്ങനെ എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. പിന്നെ അതിനകത്ത് ഒത്തിരി മാറ്റങ്ങളൊക്കെ വരുന്നതാണ്. അത് ഈ വൈദ്യർക്കായാലും അവനവൻ്റെ വേർപ്പിൻ്റെ വില കൊണ്ട് ഭക്ഷിക്കാനുള്ളൊരു സമീപനമല്ല. അത് കിട്ടുന്ന കാശെല്ലാം ഇവിടുന്ന് പിരിച്ച് വേറെ രാജ്യത്ത് കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ അവിടെയുള്ളവരെ സംരക്ഷിക്കുന്ന പണിയൊന്നുമല്ല ചെയ്യണ്ടേ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതല്ലാതെ തന്നെ നമുക്കിപ്പോൾ നിസ്സാരമാകുന്ന നേർച്ച നടത്തിക്കോളാം, കുർബാന ചൊല്ലിക്കോളാം, അത് ചെയ്തോളാം, ഇത് ചെയ്തോളാം, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യനെ അന്ധമായ വിശ്വാസത്തിലേക്ക് തള്ളിവിടുക എന്നുള്ളതല്ലാതെ ഇന്നിപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ ഒരു തർക്കം ഞാനിന്ന് മരുന്ന് മേടിക്കാൻ പോയപ്പോൾ ആശുപത്രിയുടെ വാതക്കൽ വണ്ടി കാത്ത് നിന്നപ്പോൾ തന്നെ 1-2 പേരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഒരു 3 പേരുടെ വരുന്നതിൻ്റെ നടുക്കേക്ക് ട്രെയിൻ പാളത്തിൽ കയറി നിന്ന് മരിച്ച കഥയെക്കുറിച്ച് അതിൻ്റെ ഡ്രൈവർ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞ മരിച്ച ആൾക്കിട്ട് 2 കൊടുക്കുകയായിരുന്നു ചെയ്യേണ്ടത്. കാരണം അതെന്താ, ഒരു സ്ത്രീക്ക് പുറത്തേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ജീവിക്കുവാനുള്ള തൻ്റെ ഇടം വേണം, സ്വാതന്ത്ര്യം വേണം. അവളത് ചെയ്യണം. ചെയ്യാത്തത് അവളുടെ കുറ്റമാണ്. അല്ലാതെ അവൾ ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടേ എന്നോ അങ്ങനെ ചെയ്യുകയല്ല വേണ്ടേ, ട്രെയിനിൻ്റെ മുമ്പിലേക്ക് പോവുകയല്ല വേണ്ടേ. അത് തെറ്റായ രീതിയാണ്. അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞാനിങ്ങനെ അവരോട് പറയാതെ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് അവരുടെ ഭർത്താവ് അതിക്രൂരമായ പീഡനമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പോയത്. അവർ വലിയ പണക്കാരാണ്. അതിൻ്റെ കൂടെ അച്ഛനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ കുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയത് ഈ വൈദികർക്കാണ് ഏറ്റവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പീഡിപ്പിക്കാനുള്ള എളുപ്പ വഴികൾ. കാരണം അവർക്ക് എപ്പോഴും ഏത് വീട്ടിലേക്ക് ഏത് സമയത്തും കയറിച്ചല്ല. അവരെ വിശ്വാസമാണ് മനുഷ്യർക്കൊക്കെ, എല്ലാ മനുഷ്യർക്കും. അത് അപൂർവമായിട്ട് അവരിൽ നല്ലവരായിട്ടൊരു 100-ൽ ഒരാളെ പറ്റി ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഒരാൾ എവിടെയെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്നുള്ള അവരുടെ വർത്തമാനവും വിശ്വാസിയുടെ വർത്തമാനവും ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നുള്ളൊരു കാര്യമല്ല. ഇത് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലാത്തതാണ് ഫേസ്ബുക്കിലൂടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പിന്നെ ഇതിപ്പോൾ അതിനൊരു മറുപടി പറഞ്ഞപ്പോൾ അന്ന് വന്നു പോയതാണ്, ഒരു അഭിപ്രായമായിട്ട് ഞാൻ രേഖപ്പെടുത്തുകയാണ്. എത്തിപ്പോകുന്നതേ ഉള്ളൂ. കാരണം ഇങ്ങനെയൊരു സമൂഹത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും അത് ഞാൻ പറഞ്ഞത് എനിക്ക് വിശ്വാസമില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. നേരത്തെ മറ്റുള്ളവർ വിശ്വസിക്കരുത്. എല്ലാ മതവിശ്വാസികളെ എനിക്കിഷ്ടമാണ്. അവരെ ആരും ഒരു മതവിശ്വാസി മറ്റൊരു മതവിശ്വാസിയും ഉപദ്രവിക്കുന്നതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ. അതിനൊന്നും ഞാൻ അനുകൂലിക്കുകയില്ല. അതിനെയൊക്കെ എതിർക്കുന്ന കൂട്ടത്തിലുമാണ്. അപ്പോൾ അത്തരത്തിലേക്ക് ഞാൻ ഇതിനു മുമ്പൊക്കെ അതിനെക്കുറിച്ചൊക്കെ എൻ്റെ ഫേസ്ബുക്കിലൂടെ പുസ്തകത്തിലൂടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ മറ്റൊരാളുടെ പള്ളി പൊളിക്കുകയോ അല്ലെങ്കിൽ അമ്പലം പൊളിക്കുകയോ അങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പലപ്പോഴും എഴുതിയിട്ടുള്ളതുമാണ്. അപ്പോൾ അതുതന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴും മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സുഹൃത്തെ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മൂലധനം വായിച്ചിട്ടുള്ള എനിക്കൊരു രാഷ്ട്രീയ അനുഭവം ഉണ്ടായതും ഞാനൊരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചതും. നിങ്ങൾക്കിഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. അത് നിങ്ങളുടെ ചിന്തയ്ക്കും കാഴ്ചപ്പാടിനും അനുസരിച്ച് ആശയങ്ങൾക്കും അനുസരിച്ചായിരിക്കും. ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകളും ചിന്തയ്ക്കും അനുസരിച്ചാണ് എൻ്റെ രാഷ്ട്രീയം. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. മൂലധനം ഞാൻ വായിച്ചിട്ടില്ല കൂട്ടുകാരാ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് എനിക്ക് സുഹൃത്താക്കുമെന്നുള്ളതിൻ്റെ റിക്വസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് 5000 പേര് വന്നതുകൊണ്ട് അത് ആക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെയുള്ളവരെ സ്വീകരിക്കാൻ എനിക്കാകുന്നില്ല. ചിലരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് അവർക്ക് അവരുടേതായ താല്പര്യം അതാണ് പിന്നെയുള്ള അടുത്ത ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പലരെയും ഞാൻ ഇങ്ങോട്ട് അംഗീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. 500 എന്ന്
ഫേസ്ബുക്കിന് 5000 ആയി എന്ന് ഫേസ്ബുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കോട്ട കഴിഞ്ഞു പോയി, അതുകൊണ്ട് പറ്റുകയില്ല. പിന്നെ ഞാൻ അതിനകത്ത് പോയി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് 35,000 പേരിൽ എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. ആരെ ഒഴിവാക്കുക? ഞാൻ നോക്കുമ്പോൾ എല്ലാവരും നമുക്ക് ആവശ്യമുള്ളവരാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്. ഏതെങ്കിലും ഒരു സുഹൃത്തിനെ ഒഴിവാക്കാൻ പറ്റുമോ? അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഇരിക്കട്ടെ എന്ന് നോക്കുക. പുതിയ സുഹൃത്തുക്കളൊക്കെ വരുന്നവർ ഫോളോ ചെയ്യട്ടെ എന്നുള്ളതാണ്. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്.